നായയെ കണ്ട് ഭയന്ന് ഓടി രക്ഷപ്പെടാനാകാതെ നായയുടെ കടിയേറ്റ് ക്രൂരമായി ഒരു അമ്മ കൊല്ലപ്പെട്ടിട്ട് അധികം നാളുകളായിട്ടില്ല. ഇപ്പോൾ വേദനിപ്പിക്കുന്ന മറ്റൊരു വാർത്ത കൂടി വരികയാണ്. നായയെ കണ്ട് ഭയന്നോടിയ 9കാരൻ കിണറ്റിൽ വീണ് ദാരുണമായി മരിച്ചു എന്ന വാർത്ത. കണ്ണൂർ തുവക്കുന്നിലെ മുഹമ്മദ് ഫസലിനാണ് ദാരുണാന്ത്യം. വൈകിട്ട് കൂട്ടുകാർക്കൊപ്പം കളിക്കുന്നതിനിടെയാണ് സംഭവം നടക്കുന്നത്. ആൾമറയില്ലാത്ത കിണറ്റിലാണ് കുട്ടി വീണത്. കാണാതായ ഫസലിനെ ഏറെ നേരത്തെ തെരച്ചിലിനൊടുവിലാണ് സമീപത്തെ പറമ്പിലെ കിണറ്റിൽ നിന്നും കണ്ടെത്തിയത്. ചേലക്കാട് മത്തത്ത് ഹൗസിൽ ഉസ്മാൻ ഫൗസിയ ദമ്പതികളുടെ മകനാണ് മരിച്ച മുഹമ്മദ് ഫസൽ. തുവക്കുന്ന് ഗവൺമെന്റ് LP സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. കഴിഞ്ഞ ദിവസം വൈകിട്ട് 5:30-യോടെയാണ് സംഭവം. തെരുവ് നായയെ കണ്ട് കുട്ടികൾ ചിതറിയോടി. ഫസൽ വീട്ടിലേക്ക് പോയിട്ടുണ്ടാവും എന്നാണ് മറ്റു കുട്ടികൾ കരുതിയത്. എന്നാൽ കുട്ടി വീട്ടിൽ തിരിച്ചെത്താതായതോടെ ഒപ്പം കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളോട് ഫസലിനെ കുറിച്ച് വീട്ടുകാർ അന്വേഷിച്ചു. അപ്പോഴാണ് തെരുവ് നായയെ കണ്ട് ഓടിയ വിവരം മറ്റുള്ള കുട്ടികൾ പറഞ്ഞ് അറിയുന്നത്. തുടർന്നാണ് തിരച്ചിൽ ആരംഭിച്ചത്. സമീപത്തുള്ള വീടുകളിലടക്കം കുട്ടിക്കായി തിരച്ചിൽ നടത്തി. പിന്നീട് സമീപത്തെ കിണറുകളിൽ നടത്തിയ പരിശോധനയ്ക്കൊടുവിലാണ് കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. പണി നടന്നുകൊണ്ടിരിക്കുന്ന വീടിന്റെ ഉപയോഗശൂന്യമായ കിണറ്റിലേക്ക് കുട്ടി വീഴുകയായിരുന്നു. മൂടാനിരുന്ന കിണറായിരുന്നു, അതുകൊണ്ട് ആൾമറ ഉണ്ടായിരുന്നില്ല. രാത്രി 7:30-യോടെയാണ് മൃതദേഹം കണ്ടെത്തിയത്. ഉടൻ തന്നെ ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചു. എന്നാൽ ഫയർഫോഴ്സ് യൂണിറ്റ് എത്തുന്നതിന് മുൻപ് തന്നെ കുട്ടിയുടെ മൃതദേഹം നാട്ടുകാർ പുറത്തെടുത്തു. പാനൂർ സർക്കാർ ആശുപത്രിയിലാണ് നിലവിൽ മൃതദേഹമുള്ളത്. പോസ്റ്റ്മോർട്ടത്തിന് തലശ്ശേരി ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം കുടുംബത്തിന് വിട്ടുനൽകും. ഫസലിന്റെ പിതാവ് ഉസ്മാൻ വിദേശത്താണ്. 4:30-യോടെ കഴിഞ്ഞ ദിവസം സ്കൂളിൽ നിന്ന് തിരിച്ചെത്തിയ കുട്ടി ഭക്ഷണം പോലും കഴിക്കാതെ സമീപത്തെ പാടത്ത് കളിക്കാൻ പോവുകയായിരുന്നു. തെരുവ് നായ ശല്യം രൂക്ഷമായ പ്രദേശമാണിത്. അടിസ്ഥാനപരമായി കൂട്ടമായി ജീവിക്കുന്നവയാണ് നായ്ക്കൾ. കാർണിവോറ വിഭാഗത്തിലെ നീണ്ട കോമ്പലുള്ള ജീവി. ഓടിച്ചു പിടിക്കാൻ കഴിയുന്ന ജീവികളെ പിന്തുടർന്ന് പിടിക്കും. ചോര കലർന്ന പച്ച മാംസം ഭക്ഷിക്കും. മാംസഭുക്കാണ് നായ്ക്കൾ. നായ്ക്കൂട്ടത്തിനൊരു നേതാവും ഉണ്ടാകും. അതിനെ പിന്തുടർന്ന് കൂട്ടമായിട്ടാണ് ഇവ നീങ്ങുക. കൂട്ടമായി തെരുവിൽ നീങ്ങുന്ന നായ്ക്കൾക്ക് വന്യ സ്വഭാവം കൂടും. വീട്ടിലെ നായ്ക്കൾക്ക് കൃത്യസമയത്ത് ഭക്ഷണം കിട്ടും, ശ്രദ്ധ കിട്ടും. യജമാനോട് അതുകൊണ്ട് തന്നെ അവ വിധേയത്വവും കാട്ടും. എന്നാൽ തെരുവിലെ നായ്ക്കൾക്ക് ഭക്ഷണം കൃത്യമായി കിട്ടില്ല. അലഞ്ഞു തിരിഞ്ഞ് ഭക്ഷണം കണ്ടെത്തണം. ഈ അലച്ചിലും മത്സരവും അവയുടെ സ്വഭാവത്തിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാക്കുക. നായ്ക്കൂട്ടം അലഞ്ഞു നടന്ന മാംസാവശിഷ്ടങ്ങളും മറ്റും തിന്ന് ശീലിക്കുന്നു. ചെറുജീവികളെ മറ്റും പിന്തുടർന്ന് കൊന്നു തിന്നുന്നു. ചോരയുടെ പച്ചമാംസം കഴിച്ച് ശീലിക്കുമ്പോൾ നായ്ക്കളുടെ പഴയ വന്യ സ്വഭാവത്തിലേക്ക് അവ മടങ്ങുകയാണ്. ഇങ്ങനെ ശീലിച്ചാൽ പ്രത്യേകിച്ച് ഇരയെ ഓടിച്ചിട്ട് പിടിച്ച് ചൂട് ചോരയും പച്ചമാംസവും കഴിക്കുന്ന ആ ഒരു സ്വഭാവം ഇവയ്ക്കുണ്ടാകും. അത് മാറ്റിയെടുക്കുക പ്രയാസകരമാണ്. നായ്ക്കളെ മനുഷ്യനോട് അടുപ്പിച്ചതിൽ ഏറ്റവും പ്രധാനമായ ഒരു കാരണം അന്നജമടങ്ങിയ ഭക്ഷണം ശീലിപ്പിച്ചു എന്നതാണ്. പിന്നെ വേവിച്ച മത്സ്യമാംസാദികളും. നായ്ക്കളുടെ സ്വഭാവ പരിണാമത്തിന് കാരണമായ ജീൻ വ്യതിയാനങ്ങളെ സ്വീഡനിൽ നടത്തിയ ഒരു ഗവേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. അന്നജം ദഹിപ്പിക്കാനുള്ള നായ്ക്കളുടെ കഴിവിന് ആധാരമായ 16 ജീനുകളാണ് പ്രധാന മാറ്റമായി പഠനത്തിൽ കണ്ടെത്തിയത്. വീട്ടിൽ വളർത്തുന്ന നായ്ക്കളുടെ സ്വഭാവത്തെക്കുറിച്ച് ഇത് കൃത്യമായ സൂചനകൾ തരുന്നുണ്ട്. തെരുവ് നായ്ക്കളുടെ സമീപത്തുകൂടി നടക്കുമ്പോൾ ശ്രദ്ധിക്കണം. നായ്ക്കൂട്ടത്തെ കണ്ട് ഓടിയാൽ കൂടുതൽ അപകടമാകാം. പിന്തുടർന്ന് പിടികൂടുക എന്നത് നായ്ക്കൂട്ടത്തിന് ഇഷ്ടമുള്ള കാര്യമാണ്. തെരുവ് നായ്ക്കൾക്ക് മുന്നിൽ ഭയത്തോടെ പെരുമാറാതിരിക്കുക. തെരുവ് നായ്ക്കൾ കുട്ടികളെയും ദുർബലരെയും ഒക്കെയാണ് കൂടുതൽ ആക്രമിക്കുക. അതിനാൽ നായ്ക്കളുടെ കൂട്ടമുള്ള സ്ഥലത്ത് കുട്ടികളെ വിടാതിരിക്കുക. നായ്ക്കൂട്ടം തങ്ങുന്ന പ്രദേശത്തേക്ക് കടക്കുമ്പോൾ അവരുടെ സ്ഥലത്തേക്ക് അതിക്രമിച്ചു കടക്കുന്നതായാണ് അവ കരുതുക. അതിനാൽ അവ ആക്രമണത്തിന് മുതിരാം. ന്യൂസ് ഡെസ്ക് കർമാൻസ്.